നമസ്കാരം, എൻ്റെ പേര് ശ്രീലാൽ. നമ്മളിന്ന് ജിയോഗ്രഫിയുടെ രണ്ടാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ദി സിഗ്നേച്ചർ ഓഫ് ടൈം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് കൂടി എടുത്ത് വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 25 പേജ്. ഒരു 3 ഗ്രാഫുകൾ അല്ലെങ്കിൽ 3 ഡയഗ്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ആ പിക്ചറുകളൊന്ന് നോക്കുക. ഒന്നാമത്തെ പറയുന്നത് സോൺസ് ഓഫ് സെവിയർ എർത്ത് കേക്സ്, ഭൂകമ്പമുണ്ടാകുന്ന മേഖലകളുടെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായിട്ട് ഭൂകമ്പമുണ്ടാകുന്ന മേഖലകൾ. രണ്ടാമത്തെ പിക്ചർ പറയുന്നത് വോൾക്കാനിക് സോൺസ്, ഏതൊക്കെ മേഖലകളിലാണ്, വോൾക്കാനിക് മീൻസ് അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്ന മേഖലകൾ, ഏതെല്ലാം മേഖലകളിലാണ് അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്ന പ്രധാനപ്പെട്ട മേഖലകൾ എവിടെയെന്നും ആ പിക്ചർ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേന്ന് പറയുന്നത് മേജർ മൗണ്ടെയിൻ റേഞ്ചസ്, പ്രധാനപ്പെട്ട പർവ്വത നിരകൾ, ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട പർവ്വത നിരകളെന്ന് ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 3 പിക്ചറുകളൊന്ന് നോക്കുക. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുന്നു. എന്താണ് ലിത്തോസ്ഫിയർ? വാട്ട് ഈസ് ലിത്തോസ്ഫിയർ? എന്താ ലിത്തോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്? നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണ്. വാട്ട് ഈസ് ലിത്തോസ്ഫിയർ? ദ ക്രസ്റ്റ് together with the upper part of the mantle are known as lithosphere. എന്താ ലിത്തോസ്ഫിയർ? മലയാളം ലിത്തോസ്ഫിയർ എന്ന് തന്നെയാണ് പറയുന്നത്. വാട്ട് ഈസ് ലിത്തോസ്ഫിയർ? എന്താ ലിത്തോസ്ഫിയർ? ദ ക്രസ്റ്റ്, നമ്മുടെ ക്രസ്റ്റ് എന്താണെന്ന് പഠിച്ചതാണ്. ഭൂവൽക്കം, ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. ദ ക്രസ്റ്റ് ടുഗദർ വിത്ത്, ക്രസ്റ്റും ടുഗദർ വിത്ത് അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിൽ, മാൻഡിലിൻ്റെ ഉപരിഭാഗവും കൂടി ചേർന്നതിനെ പറയുന്ന പേരാണ് ലിത്തോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ലിത്തോസ്ഫിയർ? ദ ക്രസ്റ്റ് ടുഗദർ വിത്ത് upper part of the mantle are known as lithosphere. ഇനി ഈ ലിത്തോസ്ഫിയർ എങ്ങനെ കാണപ്പെടുന്നു, ഭൂമിയുടെ ഉള്ളിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. The lithosphere exists as a several fragment just like an broken shell of an egg. The lithosphere exists, ലിത്തോസ്ഫിയർ എക്സിസ്റ്റ് ചെയ്യുന്നു, കാണപ്പെടുന്നു. several fragments, ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സുകൾ, തരികൾ പോലെ, ഫ്രാഗ്മെന്റ്സ് ചെറിയ പാളികൾ പോലെ, ഫ്രാഗ്മെന്റ്സ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് ആൻഡ് ബ്രോക്കൺ ഷെൽ ഓഫ് ആൻ എഗ്, കണ്ടാൽ നമുക്കൊരു പൊട്ടിയ മുട്ടത്തോടെ എങ്ങനെ ഇരിക്കുന്നു, ആ ഒരു അവസ്ഥയിലാണ് ഭൂമിയുടെ ഉള്ളിലായിട്ട് ലിത്തോസ്ഫിയർ കാണപ്പെടുന്നത്. ഇത്ര 2 സെൻറ്റൻസുകളാണ് ഇവിടെ പറഞ്ഞത്. ദ ക്രസ്റ്റ് ടുഗദർ വിത്ത് അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിൽ ആർ നോൺ ആസ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ ജസ്റ്റ് ലൈക്ക് ആൻ ബ്രോക്കൺ ഷെൽ ഓഫ് ആൻ, സെവറൽ ഫ്രാഗ്മെന്റ്സ് ജസ്റ്റ് ലൈക്ക് ആൻ ബ്രോക്കൺ ഷെൽ ഓഫ് ആൻ എഗ്. നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. എന്താണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്? പ്ലേറ്റ്സുകൾ മീൻസ് ഫലകങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ദ പോർഷൻ ഓഫ് ദ ലിത്തോസ്ഫിയർ, ലിത്തോസ്ഫിയറിൻ്റെ ഭാഗം, വിച്ച് ആർ സെവറൽ 1000 കിലോമീറ്റേഴ്സ് വൈഡ്, ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയും, റഫ്ലി 100 കിലോമീറ്റേഴ്സ് തിക്നെസ്, 100 കിലോമീറ്റർ കനവുമുള്ളവയെ പറയുന്ന പേരാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നുകൂടി വരാം. ദ പോർഷൻസ് ദ ലിത്തോസ്ഫിയർ വേർ 1000 കിലോമീറ്റേഴ്സ് വൈഡ് ആൻഡ്, ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയും, ആൻഡ് റഫ്ലി 100 കിലോമീറ്റേഴ്സ് തിക്നെസ്, ഒരു 100 കിലോമീറ്റർ കനവുമുള്ളവയെ പറയുന്ന പേരാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ലിത്തോസ്ഫിയർ പ്ലേറ്റ്സുകളെ പ്രധാനമായും നമുക്ക് 2ആയിട്ട് തരംതിരിക്കുന്നു. മേജർ പ്ലേറ്റ്സുകളെന്നും മൈനർ പ്ലേറ്റ്സുകളെന്നും 2ആയിട്ട് തരംതിരിക്കുന്നു. വലിയ ഫലകങ്ങളെന്നും ചെറിയ ഫലകങ്ങളെന്ന പേരിലും 2ആയിട്ട് തരംതിരിക്കുന്നു. മേജർ പ്ലേറ്റ്സ് ആൻഡ് മൈനർ പ്ലേറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് മൈനർ പ്ലേറ്റ്സുകൾ എന്ന് പറയാൻ പോകുന്നത്. ഫിലിപ്പീൻസ്, കോക്കോസ്, നസ്ക, കരീബിയൻ, സ്കോട്ടിയ, അറേബ്യ എക്സെട്ര ആർ ദ മൈനർ പ്ലേറ്റ്സ്. ഇവയെല്ലാമാണ് പ്രധാനമായിട്ട് വരുന്ന ചെറിയ ഫലകങ്ങൾ അല്ലെങ്കിൽ മൈനർ പ്ലേറ്റ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൂടി വരാം. ഫിലിപ്പിയൻ, കോക്കോസ്, നസ്ക, കരീബിയൻ, സ്കോട്ടിയ, അറേബ്യൻ എക്സെട്ര ആർ ദ മൈനർ പ്ലേറ്റ്സ്. There are 7 മേജർ പ്ലേറ്റ്സ്, 7ഓളം മേജർ പ്ലേറ്റ്സുകളുണ്ട് എന്നും പറയുന്നു. പെസിഫിക് പ്ലേറ്റ് ഈസ് ദ ലാർജസ്റ്റ്, അതിൽ പെസിഫിക് പ്ലേറ്റ് ആണ് ഏറ്റവും വലിയ മേജർ പ്ലേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പെസിഫിക് പ്ലേറ്റ് ഇൻവോൾവ്സ് ഓഷ്യാനിക് പാർട്സ് എല്ലാം, പെസിഫിക് പ്ലേറ്റിൽ ഓഷ്യാനിക് പാർട്സും ഉണ്ടെന്ന് പറയാം, വേണമെന്നില്ല, ഇത്രയും പറയുന്നുണ്ട്. പേജ് നമ്പർ 27 പേജിലൊരു
ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ്സുകളെ അറിയാൻ കഴിയുന്നു. മേജർ പ്ലേറ്റ്സ് ഏത്, മൈനർ പ്ലേറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് അവിടെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നു. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. പ്ലേറ്റ്സ് മൂവ്. പ്ലേറ്റ്സ്, ഫലകങ്ങളുടെ ചലനം എങ്ങനെയാണ്, ഈ പ്ലേറ്റ്സുകൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, പ്ലേറ്റ്സ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് മൂവ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സുകൾ എന്താണെന്ന് പറഞ്ഞതാണ്. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ആർ സിറ്റുവേറ്റഡ്. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സുകൾ സിറ്റുവേറ്റ് ചെയ്യുന്നു എബവ് ദ അസ്തനോസ്ഫിയർ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അസ്തനോസ്ഫിയർ എന്താണ്. ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സുകൾ അസ്തനോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. വിച്ച് ഈസ് ഇൻ എ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ഒരു അർദ്ധദ്രവാവസ്ഥയിൽ, ഒരു ഭാഗികമായി ഉരുകിയ അവസ്ഥയിലാണ് ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സുകൾ കാണപ്പെടുന്നത്. കൂടി വരാം. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ആർ സിറ്റുവേറ്റഡ് എബവ് ദ അസ്തനോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സുകൾ സിറ്റുവേറ്റ് ചെയ്യുന്നു, കാണപ്പെടുന്നത് അസ്തനോസ്ഫിയറിന് മുകളിലായിട്ട് കാണപ്പെടുന്നു. വിച്ച് ഈസ് ഇൻ എ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ഇത് അർദ്ധദ്രവാവസ്ഥയിൽ, ഒരു ഉരുകിയ അവസ്ഥയിൽ ഇത് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. മാഗ്മ നമ്മൾ പഠിച്ചതാണ്. മാഗ്മയും ലാവയും. അതിൽ മാഗ്മ വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ദ മാൻഡിൽ. മാൻഡിലിൻ്റെ ഒരു ഭാഗമാണ് മാഗ്മ എന്നറിയപ്പെടുന്നത്. റിമെയിൻ മോൾട്ടൺ ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ അറ്റ് ദ എർത്ത്സ് ഇൻറ്റീരിയർ. നമ്മുടെ ഭൂമിയുടെ ഉള്ളറയിൽ വച്ച് ഈ മാഗ്മ ഉരുകുന്നതിന് കാരണമാകുന്നു. ആൻഡ് അണ്ടർഗോസ് കണ്ടിന്യൂസ് കൺവെക്ഷൻ. അത് ഉയർന്ന സംവഹനത്തിന്, മീൻസ് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. കൂടി വരാം. മാഗ്മ വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ദ മാൻഡിൽ. മാൻഡിലിൻ്റെ ഭാഗമായ മാഗ്മ റിമെയിൻ മോൾട്ടൺ ഡ്യൂ ടു ദ ഹൈ ടെമ്പറേച്ചർ. ഉയർന്ന ഊഷ്മാവിൻ്റെ ഫലമായി ഈ മാഗ്മ ഭൂമിയുടെ അടിഭാഗത്ത് ഉരുകുന്നതിന് കാരണമാകുന്നു. ആൻഡ് അണ്ടർഗോസ് കണ്ടിന്യൂസ് കൺവെക്ഷൻ. അത് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്ലേറ്റ്സുകൾക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. ഇത്രയുമാണ് അവിടെ വരുന്നത്. ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. പേജ് നമ്പർ 28 പേജിൽ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ് മാർജിൻസ്. ഫലകങ്ങളുടെ ചലനങ്ങൾ ഏതെല്ലാം രീതിയിൽ നടക്കുന്നു. പ്രധാനമായും 3 രീതികളിലാണ് പ്ലേറ്റ് മാർജിൻസ് നടക്കുന്നത്. ഡൈവേർജൻ മാർജിൻ, കൺവേർജൻ മാർജിൻ, ട്രാൻസ്ഫോം മാർജിൻ ഓർ ഷെയർ മാർജിൻ. ഇങ്ങനെ 3 രീതിയിലാണ് അവിടെ മാർജിൻ നടക്കുന്നത്. ഒന്നാമത്തേത് ഡൈവേർജൻ മാർജിൻ. വാട്ട് ഈസ് ഡൈവേർജൻ മാർജിൻ? ഒരു സിമ്പൽ, ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈവേർജൻ മാർജിൻ. പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ. അതായത് പ്ലേറ്റ്സുകൾ മൂവ് എവേ, രണ്ട് വശങ്ങളിലേക്ക് പോകുന്നു. മൂവ് എവേ ഫ്രം ഈച്ച് അതർ. ഓരോന്നും 2 വശങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പ്ലേറ്റ്സ് മൂവ് അവേ ഫ്രം ഈച്ച് അതർ. 2 പ്ലേറ്റ്സ്, ഫലകങ്ങൾ തമ്മിൽ പരസ്പരം മാറിപ്പോകുന്നു, അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഡൈവേർജൻ മാർജിൻ, വിയോജക സീമകൾ എന്ന് പറയുന്നു. പ്ലേറ്റ്സ് മൂവ് അവേ ഫ്രം ഈച്ച് അതർ. രണ്ടാമത്തേലേക്ക് വരുന്നു. എന്താണ് കൺവെർജന്റ് മാർജിൻ? പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. പ്ലേറ്റ്സുകൾ തമ്മിൽ ചേർന്ന് വരുന്നു. പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. പ്ലേറ്റ്സ്, ഫലകങ്ങൾ തമ്മിൽ പരസ്പരം അടുത്ത് വരുന്നു. കൺവെർജന്റ് മാർജിൻ. പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. മൂന്നാമത്തേലേക്ക് വരുന്നു ട്രാൻസ്ഫോം മാർജിൻ ഓർ ഷെയർ മാർജിൻ. പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. മൂന്നാമത്തേലേക്ക് വരുന്നു പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. പ്ലേറ്റ്സുകൾ തമ്മിൽ ഉരസി മാറിപ്പോകുന്നു. പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. പ്ലേറ്റ്സുകൾ തമ്മിൽ പരസ്പരം അകന്നു പോകുന്നു, അല്ലെങ്കിൽ ഉരസി മാറിപ്പോകുന്നു. പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. ഇതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോം മാർജിനോ ഷെയർ മാർജിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് ഇനി ഓരോന്നിനെയും കാണാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഡൈവേർജൻ മാർജിൻ പറഞ്ഞു, കൺവെർജൻ പറഞ്ഞു, ഷെയർ മാർജിൻ. ഇത് ഇനി ഓരോന്നിലേക്കും പറയാൻ പോകുന്നു. അതിൽ ഒന്നാമത്തെ പറയുന്നു എന്താണ് കൺവെർജൻ മാർജിൻ, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. കൺവെർജൻ മാർജിൻ എന്താണെന്ന് പറഞ്ഞു, അതെങ്ങനെ ഫോം ചെയ്യുന്നത് പറയാൻ പോകുന്നു. ഫോൾഡ് മൗണ്ടെയിൻസ് ആർ ഫോംഡ്. ഫോൾഡ് മൗണ്ടെയിൻ മീൻസ് മടക്ക് പർവ്വതങ്ങളെന്ന് പറയുന്നു. ഫോൾഡ് മൗണ്ടെയിൻസ് ആർ ഫോംഡ് അലോങ് ദ കൺവെർജൻ മാർജിൻ. ഈ കൺവെർജൻ മാർജിനുകളിലാണ് മടക്ക് പർവ്വതങ്ങൾ, അതായത് ഫോൾഡ് മൗണ്ടെയിൻസുകൾ ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിമാലയ ഈസ് എ ഫോൾഡ് മൗണ്ടെയിൻ. ഹിമാലയം, നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത് ഒരു മടക്ക് പർവ്വതമാണ്.
ഈസ് ഫോംഡ് ബിറ്റ്വീൻ ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് യുറേഷ്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂടിച്ചേർന്നതാണ് നമ്മുടെ ഹിമാലയ പർവ്വതം ഉണ്ടായി എന്നും ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആണെന്നും പറയുന്നു. ഒന്നുകൂടി വരാം. ഫോൾഡ് മൗണ്ടെയിൻസ് ആർ ഫോംഡ് അലോങ് ദ കൺവെർജൻ മാർജിൻ. ഫോൾഡ് മൗണ്ടെയിൻസുകളാണ് ഈ കൺവെർജൻ മാർജിനിൽ ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഹിമാലയ ഈസ് എ ഫോൾഡ് മൗണ്ടെയിൻ ഫോംഡ് ബിറ്റ്വീൻ ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് യുറേഷ്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂടി ചേർന്നതാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഡെൻസർ പ്ലേറ്റ് വിൽ വാട്ട് ഈസ് സബ്ഡക്ഷൻ സോൺ? എന്താണ് സബ്ഡക്ഷൻ സോൺ അല്ലെങ്കിൽ നിബഞ്ജന മേഖലകൾ എന്നാൽ എന്താ, അല്ലെങ്കിൽ വാട്ട് ഈസ് സബ്ഡക്ഷൻ സോൺ? ദ ഡെൻസർ പ്ലേറ്റ് വിൽ സബ്മർജ് അണ്ടർ ദ ലൈറ്റർ വൺ. ഡെൻസർ പ്ലേറ്റ് മീൻസ് സാന്ദ്രത കൂടിയ ഫലകങ്ങൾ സാന്ദ്രത കുറഞ്ഞ ഫലകങ്ങളുടെ അടിയിലേക്ക് താഴ്ന്നിറങ്ങുന്നു. ദ ഡെൻസർ പ്ലേറ്റ് വിൽ സബ്മർജ് അണ്ടർ ദ ലൈറ്റർ വൺ. സാന്ദ്രത കൂടിയ പ്ലേറ്റുകൾ മൂടിയിരിക്കുന്നു, സാന്ദ്രത കുറഞ്ഞ പ്ലേറ്റുകൾ അടിയിലേക്ക് മാറുന്നു. ദി സോൺ ആർ കോൾഡ് സബ്ഡക്ഷൻ സോൺ. ഈ മേഖലയെ പറയുന്ന പേരാണ് നിമഞ്ജന മേഖല അല്ലെങ്കിൽ സബ്ഡക്ഷൻ സോൺ എന്ന പേര് അറിയപ്പെടുന്നത്. ദ ഡെൻസർ പ്ലേറ്റ് വിൽ സബ്മർജ് അണ്ടർ ദ ലൈറ്റർ വൺ. സാന്ദ്രത കൂടിയ ഫലകങ്ങൾ സാന്ദ്രത കുറഞ്ഞ ഫലകങ്ങളുടെ അടിയിലേക്ക് താഴ്ന്നിറങ്ങുന്നു. ദി സോൺസ് ആർ കോൾഡ് സബ്ഡക്ഷൻ സോൺ. ഈ ഒരു മേഖലയെ പറയുന്ന പേരാണ് സബ്ഡക്ഷൻ സോണുകൾ, നിമഞ്ജന മേഖലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓഷ്യൻ ട്രെഞ്ചസ് ആർ ഡെവലപ്ഡ് ഇൻ സബ്ഡക്ഷൻ സോൺ. ഓഷ്യൻ ട്രെഞ്ച് മീൻസ് ഗർത്തങ്ങളെല്ലാം ഈ സബ്ഡക്ഷൻ സോണിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ചലഞ്ചർ ഡീപ്പ് ഇൻ പസഫിക് ഓഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ്. പസഫിക് ഓഷനിലെ ചലഞ്ചർ ഗർത്തം ഈ സബ്ഡക്ഷൻ സോണിന് ഒരു ഉദാഹരണമായിട്ട് പറയപ്പെടുകയും ചെയ്യുന്നു. ദ ഡെൻസർ പ്ലേറ്റ് വിൽ സബ്മർജ് അണ്ടർ ദ ലൈറ്റർ വൺ. ഈ സാന്ദ്രത കൂടിയ ഫലകങ്ങൾ സാന്ദ്രത കുറഞ്ഞ ഫലകങ്ങളുടെ അടിയിലേക്ക് താഴ്ന്നിറങ്ങുന്നു. ഈ ഒരു മേഖലയെ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഷ്യൻ ട്രെഞ്ചസ് ആർ ഡെവലപ്ഡ്. ഈ ഒരു മേഖലയിൽ ഓഷ്യൻ ട്രെഞ്ചസ് ഡെവലപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾ പസഫിക് ഓഷനിൽ ചലഞ്ചർ ഡീപ്പ് ഒരു എക്സാമ്പിളായിട്ട് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് വരുന്നു. ഡൈവേർജൻ മാർജിൻ എന്താണ്? വിയോജക സീമകൾ അല്ലെങ്കിൽ ഡൈവേർജൻ മാർജിൻ ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? A 14,000 kilometer long north-south oriented mountain range has been formed in the Atlantic Ocean. നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ ഏകദേശം 14,000 കിലോമീറ്ററിൽ നോർത്ത് സൗത്ത് ആയിട്ട് ഒരു പർവ്വതം കാണാൻ കഴിയുമെന്ന് പറയുന്നു. ഈ 14,000 ലോങ് നോർത്ത് സൗത്ത് ഓറിയൻറ്റഡ് മൗണ്ടെയിൻ റേഞ്ച് ഹാസ് ബീൻ ഫോംഡ് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷൻ. നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം 14,000 കിലോമീറ്റർ വിസ്തൃതിയിൽ നോർത്ത് സൗത്ത് ആയിട്ട് ഒരു പർവ്വതം കാണാൻ കഴിയുമെന്ന് പറയുന്നു. ദിസ് മൗണ്ടെയിൻ റേഞ്ച് ഈസ് ആൾസോ നോൺ ആസ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസ്. ഈ ഒരു പർവ്വതത്തെ പറയുന്ന പേരാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാഗ്മ കംസ് ഔട്ട് ത്രൂ ദ ഗ്യാപ്പ്. നമ്മൾ ഡൈവർജൻ്റ് പറഞ്ഞതാണ്. ഡൈവർജൻ്റ് ഫലകങ്ങൾ രണ്ട് പരസ്പരം അകന്നാണ് പോകുന്നത്. മാഗ്മ കംസ് ഔട്ട് ത്രൂ ദ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിലേക്ക് മാഗ്മ വരികയും ഡ്യൂ ടു ദ ഡൈവേർജൻ ഓഫ് പ്ലേറ്റ്സുകളുടെ ഡൈവേർജൻ രണ്ട് ഭാഗങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഫലം പ്ലേറ്റ്സുകൾ രണ്ട് ഭാഗങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഫലം ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നു. ആ ഗ്യാപ്പിലേക്ക് ഉള്ളിലേക്ക് ഗ്യാപ്പ് ഫോം ഡ്യൂ ടു ദ ഡൈവേർജൻ ഓഫ് പ്ലേറ്റ്സ്. ആ പ്ലേറ്റ്സുകൾ ഡൈവേർജൻ്റെ ഫലമായി ആ ഗ്യാപ്പുകളിലേക്ക് മാഗ്മ വരികയും സോൾഡിഫൈസ് ഫ്രം ദ മൗണ്ടെയിൻ. അവിടെ നിന്ന് ഈ മാഗ്മ സോൾഡിഫൈ ചെയ്യുന്നു, തണുത്തുറയുന്നു. എന്നിട്ട് ഒരു മൗണ്ടെയിൻ ഫോം ചെയ്യുകയും ചെയ്യുന്നു, ഒരു പർവ്വതം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ദിസ് ടൈപ്പ് ഓഫ് മൗണ്ടെയിൻസ് ആർ നോൺ ആസ്. ഇത്തരത്തിലുണ്ടാകുന്ന പർവ്വതങ്ങളെ പറയുന്ന പേരാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൂടി വായിച്ച് നോക്കുക. ഒരു 14,000 കിലോമീറ്റർ ലോങ് നോർത്ത് സൗത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു മൗണ്ടെയിൻ റേഞ്ച് അറ്റ്ലാന്റിക് ഓഷനിൽ ഒരു മൗണ്ടെയിൻ റേഞ്ച് ഫോം ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാഗ്മ കംസ് ഔട്ട് ത്രൂ ദ ഗ്യാപ്പ് ഫോംഡ് ഡ്യൂ ടു ദ ഡൈവർജൻ മാർജിൻ, അല്ലെങ്കിൽ ഡൈവർജൻ ഓഫ് പ്ലേറ്റ്സുകൾ ഡൈവർജൻ്റെ ഫലമായി മാഗ്മ ഫോം ചെയ്ത് ആ മാഗ്മ സോൾഡിഫൈ ചെയ്യുന്നു ടു ഫോം ദ മൗണ്ടെയിൻ, ഒരു മൗണ്ടെയിൻ ഫോം ചെയ്യുന്നു. ദിസ് ടൈപ്പ് ഓഫ് മൗണ്ടെയിൻ ആർ നോൺ ആസ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസ്. നമ്മുടെ അവസാനത്തെ ഭാഗത്തേക്ക് വരുന്നു. ട്രാൻസ്ഫോം മാർജിൻ ഓർ ഷെയർ മാർജിൻ. എന്താണ് ട്രാൻസ്ഫോം മാർജിൻ? അവിടെ വരുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. ലാൻഡ് ഫോംസ് ആർ നോട്ട് ജനറലി ക്രിയേറ്റഡ് അലോങ് ദ മാർജിൻസ്. ഇവിടെ
ട്രാൻസ്ഫോം മാർജിനുകളിൽ ലാൻഡ് ഫോംസുകൾ സാധാരണയായി ക്രിയേറ്റ് ചെയ്യുന്നില്ല, ലാൻഡ് ഫോംസുകൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ഇവരുടെ പ്ലേറ്റ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച്, കാരണം പ്ലേറ്റ്സുകൾ സ്ലൈഡ് പാസ്റ്റ് ചെയ്ത് പോകുന്നു, ഉരസി മാറി പോകുന്നത് കൊണ്ട് ഇവിടെ മറ്റ് ലാൻഡ് ഫോംസുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ലാൻഡ് ഫോംസ് ആർ നോട്ട് ജനറലി ക്രിയേറ്റഡ് അലോങ് ദ മാർജിൻ വെയർ പ്ലേറ്റ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. പ്ലേറ്റ്സുകൾ സ്ലൈഡ് പാസ്റ്റ് ഉരസി മാറി പോകുന്നത് കൊണ്ട് സാധാരണയായി ഇവിടെ ലാൻഡ് ഫോംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ബട്ട് പക്ഷേ സച്ച് മാർജിൻസ് ആർ ഫോൾട്ട് സോൺസ്, ഈ ഒരു മേഖലകൾ എന്ന് പറയുന്നത് ഫോൾട്ട് സോൺസ്, ഭ്രംശ മേഖലകൾ. എപ്പോഴും എന്തെങ്കിലും സംഭവിക്കാം, ഭൂകമ്പം ഉണ്ടാകാം, മറ്റ് വസ്തുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഫോൾട്ട് സോൺ, ഒരു ഭ്രംശ മേഖലയാണെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. എക്സാമ്പിൾ പറയുന്നു, സാൻ ആൻഡ്രിയസ് ഫോൾട്ട് ഇൻ നോർത്ത് അമേരിക്ക ഈസ് ആൻ എക്സാമ്പിൾ. നോർത്ത് അമേരിക്കയിലുള്ള സാൻ ആൻഡ്രിയസ് എന്ന് പറയുന്ന ഒരു ഭ്രംശ മേഖല ഇതിനൊരു ഉദാഹരണമായിട്ട് പറയപ്പെടുകയും ചെയ്യുന്നു. ഇവരാ നമ്മൾ പറഞ്ഞത് ട്രാൻസ്ഫോം മാർജിൻ, ഷെയർ മാർജിൻ ആണ്. ലാൻഡ് ഫോംസ് ആർ നോട്ട് ജനറലി ക്രിയേറ്റഡ് അലോങ് ദ ട്രാൻസ്ഫോം മാർജിൻ. പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച്, പ്ലേറ്റ്സ് ഇവിടെ സ്ലൈഡ് പാസ്റ്റ് ഉരസി മാറി പോകുന്നത് കൊണ്ട് പ്ലേറ്റ്സ് ഇവിടെ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ദീസ് ആർ ഫോൾട്ട് സോൺ, ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഫോൾട്ട് സോൺ, ഒരു ഭ്രംശ മേഖലകളാണെന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുന്നു, സാൻ ആൻഡ്രിയസ് ഫോൾട്ട് ഇൻ നോർത്ത് അമേരിക്ക ഈസ് ആൻ എക്സാമ്പിൾ. നോർത്ത് അമേരിക്കയിൽ സാൻ ആൻഡ്രിയസ് എന്ന് പറയുന്ന ഒരു ഫോൾട്ട് സോൺ ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയപ്പെടുകയും ചെയ്യുന്നു.